നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നികേഷിനെ കാണാനില്ലേ? പുള്ളി ഒളിവിലാണോ, അതോ അദ്ദേഹത്തിൻ്റെ സംസാരശേഷി എങ്ങനെ നഷ്ടപ്പെട്ടോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി കോൺഗ്രസ്, ലീഗ്, സൈബർ കേന്ദ്രങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇതൊക്കെ സ്ഥിരം കേൾക്കുന്ന നമ്മൾക്കും തോന്നും നികേഷ് കുമാർ എന്തോ പറ്റിയെന്ന്. എന്നാൽ ആ പരിഹാസങ്ങൾക്കെല്ലാം നെഞ്ചുപിരിച്ച് നിന്നുകൊണ്ട് പൂർവാധികം ശക്തിയോടെ അത്യുഗ്രൻ മറുപടിയുമായി MP നികേഷ് കുമാർ വീണ്ടും ഗർജിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരും. താനൊരു 100 150% CPM-കാരനാണെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്ന പുതിയ പ്രസംഗം ഇതിനോടകം തന്നെ കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു. വലതുപക്ഷ മാധ്യമങ്ങളുടെയും സംഘപരിവാറിൻ്റെയും ഉറക്കം കെടുത്തുന്ന ഓരോ ഇടതുപക്ഷക്കാരൻ്റെയും ചോര തിളപ്പിക്കുന്ന ആ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം എന്തിനാണ് വലതുപക്ഷം അദ്ദേഹത്തെ ഇത്രത്തോളം ഭയക്കുന്നതെന്ന്. പ്രബീർ പുർക്കായത്തെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. പ്രബീർ പുർക്കായത്തെ പിടിച്ചുകൊണ്ട് പോയതിനൊരു കാരണമുണ്ട്. അന്ന് പ്രധാനമായും 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് അരവിന്ദ് കെജ്രിവാൾ, ഹിന്ദി ഭാഷയിൽ രാഷ്ട്രീയം സംസാരിക്കാൻ കഴിയുന്ന നരേന്ദ്രമോദി കഴിഞ്ഞാലുള്ള ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചോണ്ട് പോയില്ലേ? മുഖ്യമന്ത്രി ആയിരിക്കെ മാധ്യമപ്രവർത്തകൻ എന്ത് വാല്യൂ? മുഖ്യമന്ത്രി ആയിരിക്കെ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ പിടിച്ചിടുകയാണ്. എന്താ ഇപ്പോ ആ കേസിന്റെ അവസ്ഥ? ഒരു മുഖ്യമന്ത്രിയെ, നേരത്തെ പ്രണോയ് റോയ് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് വേണ്ടി ഡൽഹി പ്രസ് ക്ലബിലെ 1-2 മാധ്യമ പ്രവർത്തകർ ഒഴിച്ച് വേറെ ആരും ഒപ്പം ഉണ്ടായിരുന്നില്ല എന്ന്. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകൊണ്ടുപോയപ്പോ അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ചുകൊണ്ടുപോകുന്ന ആ രാഷ്ട്രീയ സാഹചര്യത്തില് അയാള് ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നല്ലേ ഇപ്പോ അരവിന്ദ് കെജ്രിവാളിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കിയ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഉത്തരവ് വരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു കെട്ടിടം നിന്ന് കത്തുകയാണ്. ആ കെട്ടിടത്തിൽ എന്താ 4000 EVM-കള് 4000 EVM-കൾ നിന്ന് കത്തുകയാണ്. അതിന് തൊട്ടു മുമ്പ് വയറ് റിപ്പോർട്ട് ചെയ്ത വേറൊരു കാര്യം, അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ഒരു ബൂത്തില് 88% മുസ്ലിങ്ങളുള്ള ഒരു ബൂത്ത് എന്ന് പറയുമ്പോൾ അവിടെ പഞ്ചായത്ത് മെമ്പർ അല്ലേ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ CPM ആണ്. അപ്പോ 88% ന്യൂനപക്ഷ വിഭാഗമുള്ള പഞ്ചായത്ത് മെമ്പർ CPM-നുള്ള ഒരു ബൂത്തില് CPM-ന് ആകെ വോട്ട് 1. ആ പഞ്ചായത്ത് മെമ്പർ പറയുന്നു, ഞാനും എന്റെ 8 അംഗ കുടുംബവും CPM-നാണ് വോട്ട് ചെയ്തത്, ഞങ്ങളുടെ വോട്ട് എവിടെ പോയി? ഈ ഡീലിമിറ്റേഷൻ ഇല്ലാതെ ജയിക്കാനാകില്ല. 2019 BJP ജയിച്ചത് എങ്ങനെ? പുൽവാമ, ബാലക്കോട്ട്. 2024 BJP ജയിച്ചത് എങ്ങനെ? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ. 2029 BJP-യെ ജയിക്കണമെങ്കിൽ ഡീലിമിറ്റേഷൻ വേണം. എന്താ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത്? 800 സീറ്റുകളാക്കുക, BJP-യുടെ ശക്തി കേന്ദ്രങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുക, ആ ശക്തി കേന്ദ്രങ്ങളിലെ സീറ്റുകൾ വർഗീയ അടിസ്ഥാനത്തിൽ വിഭജിക്കുക, പുനർനിർണയിക്കുക. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതില്ലാതെ BJP-ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിനുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാമോ അത് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പൊ 2014 മുതൽ 2026 വരെയുള്ള കാലഘട്ടത്തില് മാധ്യമങ്ങളെ ഇവര് മെരുക്കിയെടുത്ത് വേട്ടപ്പട്ടിയാക്കി മാറ്റിയതുപോലെ, ജുഡീഷ്യറിയെ തങ്ങളുടെ അധീനതയിലാക്കിയതുപോലെ, ലെജിസ്ലേച്ചറിനെ അപ്രസക്തമാക്കിയതുപോലെ, അതൊന്നും ഒരൊറ്റ ദിവസം കൊണ്ടല്ല ചെയ്യുന്നത്. ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്തെ തരം താഴ്ത്തിയതുപോലെ, പ്രബീർ പുർക്കായത്തെയും അതുപോലെ പ്രണോയ് റോയെയും അപമാനിച്ച് അപ്രസക്തമാക്കിയതുപോലെ, അരവിന്ദ് കെജ്രിവാളിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവ്, ഉയർന്നു വരുന്ന രാഷ്ട്രീയ നേതാവ്, അയാളുടെ രാഷ്ട്രീയത്തിലൊന്നും എനിക്ക് യോജിപ്പില്ല. ആ രാഷ്ട്രീയ നേതാവിനെ 8 മാസം ജയിലിൽ കിടത്തി ഇപ്പോ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാൻ ശ്രമിക്കുന്നത് പോലെ
അടുത്ത 25 വർഷക്കാലത്തെ രാഷ്ട്രീയം സംഘപരിവാർ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം നമുക്കില്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ പ്രവർത്തകരല്ല കൂട്ടരെ. 25 വർഷത്തെ രാഷ്ട്രീയമെങ്കിലും ഏറ്റവും കുറഞ്ഞത് നരേന്ദ്രമോദിയും അമിത്ഷായും സംഘപരിവാറും RSSും ചേർന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കേരളമാണ് അവിടുത്തെ ഉന്നം. അതിനാവശ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജാഗ്രതയോടുകൂടി നിന്നിട്ടില്ല എങ്കിൽ കാലിന്റെ അടിയിലെ മണ്ണൊലിച്ചു പോകാൻ ഇനി വെറും 3 വർഷം മാത്രമേ വേണ്ടൂ. 3 വർഷം. 2031 ആരും കണക്കാക്കണ്ട. 2029 എന്ന 3 വർഷം മാത്രം കണക്കാക്കിയാൽ മതി. കാരണം എന്താ, ഈ 29 ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ റിസൾട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. LDFന് 31 മുതൽ 33% വരെ വോട്ട്, BJPക്ക് 28% മുതൽ 31% വോട്ട്. ഇതെങ്ങനെ വന്നു എന്ന് നമ്മൾ ചോദിക്കും. കാരണം എന്താ, നമ്മൾ ചൂടുവെള്ളത്തിൽ വീണ തവളയാണ്. നമ്മള് അങ്ങനെ ഒരു തവളയുടെ കാര്യം അറിയാലോ. ഒരു ചൂടുവെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന്, തിളക്കുന്ന വെള്ളത്തിലേക്ക് തവളയെ പെട്ടെന്ന് തവള പെട്ടെന്ന് ചാടും. നമ്മള് ഒരു തണുത്ത വെള്ളത്തിലുള്ള തവളയാണ്. ആ തവളയുടെ അടിയിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തീ. ആ തവളയാ നമ്മൾ അറിയുന്നില്ല നമ്മൾ വെന്ത് ചാകാൻ പോവുകയാണ് എന്നുള്ളത്. എന്താണ് നാളേക്ക് വേണ്ടി കരുതി വെക്കാൻ പോകുന്നത് എന്നുള്ളത് ഇന്നലത്തെ അല്ല നാളത്തേത് എന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ അതിൽ ചെറിയ ഭാഗമെങ്കിലും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ഓരോരുത്തരും മാധ്യമപ്രവർത്തകരാകണം. നോക്കൂ, എല്ലാം അസ്തമിച്ചു പോകുമ്പം വഴി അവിടെ മുടങ്ങുകയാണല്ലോ ചെയ്യുക. ഞാൻ അങ്ങനെ കരുതുന്ന ആളല്ല. എല്ലാം അസ്തമിക്കുമ്പോഴും പടച്ചോൻ ഒരു വഴി തുറന്നു വെച്ചു തരും. ആ ഒരു വഴിയാണ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമം എന്ന് പറയുന്നത്. ആ ഒരു വഴി, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വഴി, നേരത്തെ ബ്രിട്ടാസ് പറഞ്ഞു, അതൊന്നും നമ്മളല്ല നിയന്ത്രിക്കുന്നത്, അൽഗോരിതം നിയന്ത്രിക്കുന്നത് കോർപ്പറേറ്റുകളാണ്. ഒക്കെ ശരിയാണ്, ഒരു സംശയമില്ല. കോർപ്പറേറ്റുകൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, അല്ലാതെ മെറ്റ എന്ന് പറയുന്ന സാമ്രാജ്യത്വ ശക്തി നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം പറയാൻ അവസരം നൽകുമോ? പക്ഷേ അൽഗോരിതത്തെ മുറിച്ചു കിടക്കാനുള്ള വഴികൾ യഥാർത്ഥത്തിൽ കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കൈപ്പിടിയിൽ ഒതുക്കുമ്പോഴും ഒരു സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകളെയും ഡിജിറ്റൽ മാധ്യമങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയാതായത്. അങ്ങനെയാണ് പ്രബീർ പുർക്കായത്തെ പിടിച്ച് ജയിലിലിട്ടത്. അങ്ങനെയാണ് ധ്രുവറാട്ടിയെ പോലുള്ളവര് ഈ ടൈംസ് നൗ പോലുള്ള മുഖ്യധാരാ മാധ്യമങ്ങളുടെ വ്യൂവർഷിപ്പിന്റെ ഒക്കെ 10 മടങ്ങ് വ്യൂവർഷിപ്പോട് ഇന്ത്യൻ രാഷ്ട്രീയത്തില് അവരുടെ ശബ്ദം ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് ഈ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹാക്കളെ. നമുക്ക് എല്ലാത്തിലും അഭിപ്രായമുണ്ട്. നമ്മൾ മതേതര മനസ്സുള്ളവരാണ് മഹാഭൂരിപക്ഷം പേരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം എഴുത്തും വായനയും അറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ സാമൂഹ്യ മാധ്യമത്തിൽ ഓരോരുത്തരും, ഇത് ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റിന്റെ പണിയാണ്, അല്ലെങ്കിൽ ഇത് നന്നായി എഴുതാൻ അറിയുന്ന ആളുടെ പണിയാണ്, അല്ലെങ്കിൽ നന്നായി ക്യാമറയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുടെ പണിയാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക. നമുക്ക് എല്ലാവർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കാനുള്ള ശേഷി ഉണ്ടാകണം, ഏതെങ്കിലുമൊക്കെ തരത്തിൽ. അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കേരളം എന്ന് പറയുന്നത് ഒരു ഫോഴ്സ് ആയിരിക്കും എന്നുള്ളതാണ്. നമ്മള് ഒരു 5 ലക്ഷത്തിൽ ചില്ലുവാനം പേരുണ്ടല്ലോ പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞത്. വർഗ ബഹുജന സംഘടനകളിൽ ഏറ്റവും ഹാർഡ് കോറായി നിൽക്കുന്ന ആളുകളെ മാത്രം എടുത്താൽ തന്നെ നമ്മള് ഏതാനും ദശലക്ഷങ്ങളുണ്ട്. 1 ദശലക്ഷം ആളുകളെ നമുക്ക് ഒരുമിപ്പിച്ച് നിർത്താൻ കഴിയുകയാണെങ്കിൽ, ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്ന വിധത്തിൽ അവരെ സജ്ജരാക്കാൻ കഴിയുകയാണെങ്കിൽ, ഒരു സംശയവും വേണ്ട, നമ്മൾ ഇവിടെ നിന്ന് പ്രകടിപ്പിക്കുന്ന ഓരോ അഭിപ്രായവും അവിടെ മെറ്റ അറിയും, അവിടെ വാഷിംഗ്ടൺ DC അറിയും. നമ്മൾ ഈ കേരളത്തിലെ ചലനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്, അതിന്റെ അപ്പുറത്തേക്ക് അത് പോകും. അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനുള്ള ശേഷി, മനസ്സ് നമ്മൾ കൈവരിച്ചില്ല എങ്കിൽ ഈ നാട് നമ്മുടെ കൈവിട്ടു പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. കേട്ടല്ലോ, ഈ കേട്ടതാണ് നികേഷ് കുമാർ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണം കൂടിയാണത്. ടെലിവിഷൻ ചാനലുകൾ വിരിക്കുന്ന വർഗീയ വലകളിൽ വീഴാതെ നിങ്ങളുടെ കയ്യിലുള്ള ഓരോ ഫോണും ഓരോ പോരാട്ടായുധമാക്കാൻ സഖാക്കളോട് ആഹ്വാനം ചെയ്യുന്ന ഈ വാക്കുകൾ ഒരു കേവലം പ്രസംഗമല്ല,
നാളത്തേക്കുള്ള ഇടതുപക്ഷത്തിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ്.